ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. ഈ ഒരു ചെറിയ വീഡിയോ ഒരു അപ്ഡേറ്റ്സ് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ RRB ടീച്ചർ, ഓക്കെ, ഒത്തിരി പേര് അപ്ലൈ ചെയ്തിരിക്കുന്ന RRB ടീച്ചറിന്റെ എക്സാം ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 7/2024 എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറീസിലായിട്ട് വിളിച്ച സെൻട്രലൈസ് നോട്ടിഫിക്കേഷൻ 7/2024. അതിന്റെ CBT നമ്മുടെ സെപ്റ്റംബർ 10 ടു 12 വരെയാണ് ഡേറ്റ് ഇപ്പോൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം സെപ്റ്റംബർ 10 ടു 12 സെപ്റ്റംബർ 10 ടു 12 നമ്മുടെ എക്സാം നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. ഇതിനകം തന്നെ എല്ലാവരും അറിഞ്ഞു കാണും എന്ന് വിചാരിക്കുന്നു. അറിഞ്ഞിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദ ലിങ്ക് ഫോർ വ്യൂവിംഗ് ദ എക്സാം സിറ്റി ആൻഡ് ഡേറ്റ് ആൻഡ് ഡൗൺലോഡിംഗ് ദ ട്രാവൽ അതോറിറ്റി ഫോർ SC/ST candidates will be made live 10 days prior to the exam date on official website of all RRBs. Okay, downloading ഈ call letters will start 4 days prior to exam mentioned the exam city and date of intimation link. അതായത് അത് നിങ്ങൾ റെയിൽവേക്ക് എഴുതിയിട്ടുള്ളവർക്ക് അറിയാം, അല്ലെങ്കിൽ എഴുതാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഇതിന്റെ ഹോൾ ടിക്കറ്റ്, നിങ്ങളുടെ അഡ്മിഷൻ ടിക്കറ്റ് വരുന്നതിന് ഒരു 4 ദിവസം മുമ്പ് നിങ്ങളുടെ എക്സാം സിറ്റി എവിടെയാണ്, സെന്റർ എവിടെയാണെന്നൊക്കെ ഇന്റിമേഷൻ ചെയ്തുകൊണ്ടുള്ള ലെറ്റേഴ്സ് വരും. അതിനുശേഷം ഒരിക്കലും നമ്മൾ ഹോൾ ടിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. എക്സാമിന് 1-2 ദിവസം മുമ്പ് മാത്രമേ നമുക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു 4 ദിവസം മുമ്പ് തന്നെ നമുക്ക് അതിൻ്റെ ഒരു പ്രയർ ആയിട്ടുള്ള എക്സാം സിറ്റിയും സെന്ററും എവിടെയാണ് നടക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു മെയിൽ നമുക്ക് വരുന്നതായിരിക്കും. നമ്മുടെ സൈറ്റിൽ നമുക്കത് ഡൗൺലോഡ് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. അപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നവർ നന്നായിട്ട് മുന്നോട്ട് പോവുകയും അതുപോലെ തന്നെ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവരോ മറ്റും ഉണ്ടെങ്കിൽ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന, ക്രാക്ക് ചെയ്യാൻ വളരെ സബ്ജക്റ്റ് ഒന്നും പഠിക്കേണ്ടാത്ത ഒരു എക്സാമാണ്. ജസ്റ്റ് സൈക്കോളജി ഏരിയാസും ജനറൽ ഏരിയാസും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമാണ്. നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളുടെ സെക്കൻഡ് സെക്ഷൻസ് നമ്മൾ ഇന്നുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബാക്കിയുള്ള പോർഷൻസിന്റെ ക്ലാസ്സുകളൊക്കെ അപ്ഡേറ്റ് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ മാക്സിമം നമ്മൾ ഇട്ടിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഈ പ്രൊഫഷണൽ എബിലിറ്റിക്കും നല്ല ഊന്നൽ നൽകുക. ബാക്കിയുള്ള ജനറൽ ഏരിയാസ് എന്ന് പറയുമ്പോൾ മാത്സ്, മെന്റൽ റീസണിങ്, GA, GS ആൻഡ് CA ആണ്. ഇത്രയേ ഉള്ളൂ പഠിക്കാനായിട്ട്. ഇതിന്റെ PGT ആയിക്കോട്ടെ, TGT ആയിക്കോട്ടെ, PRT ആയിക്കോട്ടെ, ഇതിനെല്ലാം ഏകദേശം സെയിം സിലബസ് ആണ്. PRTയിൽ വരുമ്പോൾ മാത്രമാണ് ചെറിയൊരു ഡിഫറൻസ് ഉള്ളത്. അതായത് സൈക്കോളജി ഏരിയ എന്ന് പറയുന്നത് കുറച്ചുകൂടി ചില നമ്മുടെ LPക്ക് പഠിക്കുന്നത് പോലെ തന്നെ കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ്. ഓക്കെ, ടീച്ചിങ്ങിന്റെ കാര്യത്തിൽ, ടീച്ചിങ് പോസ്റ്റ് കാര്യത്തിൽ ബാക്കിയെല്ലാം സെയിം ആയിട്ടുള്ള സിസ്റ്റമാണ് അല്ലെങ്കിൽ സിലബസ് ആണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് പ്രൊഫഷണൽ എബിലിറ്റി 50 മാർക്കിനും പ്രൊഫഷണൽ എബിലിറ്റി എന്ന് പറയുന്നത് 50 മാർക്കിനും അതുപോലെ തന്നെ ജനറൽ ഏരിയ എന്ന് പറയുന്നത് 50 മാർക്ക്. ഇങ്ങനെ രണ്ടും കൂടി ചേർത്തിട്ടാണ് 100 മാർക്കിന്റെ CBT എന്ന് പറയുന്നത്. അതാണ് സെപ്റ്റംബർ 10 നടക്കുന്നത്. ഈ CBTയിൽ ഓരോ കമ്മ്യൂണിറ്റിക്കും എത്ര പെർസെൻറ്റേജ് വാങ്ങിയാലാണ് നമ്മൾ സെക്കൻഡ് ഇയർ എക്സാംസ് ഉണ്ട് റെയിൽവേക്ക്. സെക്കൻഡ് ഇയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ടാറ്റ് എന്ന് പറയുന്ന എക്സാം ആണ്, ടീച്ചർ എബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന എക്സാം ആണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് കടക്കണമെങ്കിൽ ഫസ്റ്റ് CBT എന്ന് പറയുന്നത് ഇപ്പം SC/ST 30%, OBC ആണെങ്കിൽ 40, ജനറൽ ആണെങ്കിൽ 40 എബോ എന്നുള്ളൊരു ലെവലിലാണ് നമ്മൾ മാർക്ക് വാങ്ങിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് കടക്കേണ്ടത്. സെക്കൻഡ് ഇയർ എന്ന് പറഞ്ഞാൽ ഈ ടാറ്റ്, ടീച്ചർ എബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്, അതിൽ ഇന്റർവ്യൂ വരാം, ഡെമോ ക്ലാസ് വരാം, റിട്ടേൺ വരാം, പല കാര്യങ്ങളും അതിൽ ടാറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 150 മാർക്കിനാണ് ടാറ്റ് എന്ന് പറയുന്നത്. അതിൽ നമ്മളൊരു 20% മാർക്കാണ് അതിൽ സ്കോർ ചെയ്യേണ്ടത്. അതായത് ഇതിലെ ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റിലത്തെ 100 മാർക്കിന്റെ CBTയിൽ നിന്നും 80%, ടാറ്റിൽ നിന്നുള്ള 20% കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് 100% ആയിട്ട് എടുത്തിട്ട് ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് ഇടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഒക്കെ നന്നായിട്ട് ഈ ഒരു മാസം ഇതേ എന്നുള്ള രീതിയിൽ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഓൾ. വന്ദേ മാതരം. ജയ് ഹിന്ദ്.